ആദാബ് ബച്ചു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് യൂണിറ്റ് 3 അവസാന പാഠഭാഗമാണ്. അതായത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പാഠം. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ നമ്മൾ നേടിയതിൽ നിന്നൊക്കെ അതിൻ്റെ അവസാനത്തെ പാഠഭാഗമാണ് ഇത്. അപ്പോൾ ലാസ്റ്റത്തെ ആ പാഠഭാഗത്തിൽ ആദ്യം ഇങ്ങനെ ഒരു ചിത്രമാണ് നൽകിയിട്ടുള്ളത് അല്ലേ? ഇതെന്ത് ചിത്രമാണ്? സമന്തറാണ് അല്ലേ? സമന്തർ. നമ്മുടെ നാദിറയും ഫർഹാനും ഒക്കെ സമന്തർ കാണാൻ പോയതായിരുന്നു കഴിഞ്ഞ പാഠഭാഗം. ഓർമ്മയുണ്ടോ? അതിനുശേഷം എന്താണ് നോക്കാം അല്ലേ? നോക്കൂ. ഗർ വാപ്പസ് ആനെ കെ ബാദ് നാദിറാനെ കഹാ. വീട്ടിൽ മടങ്ങിയെത്തിയതിന് ശേഷം നാദിറ പറഞ്ഞു, ദാദി അമ്മ സമന്തർ മേ ബഹുത് ജ്യാദാ പാനി ഹേ. മുത്തശ്ശി അല്ലേ, സമുദ്രത്തിൽ ഒരുപാട് വെള്ളമുണ്ട്. ഹാ ബേട്ടി, ലേക്കിൻ ഹമാരെ ഗാവോ മേ പീനെ കാ പാനി ബഹുത് കം ഹേ. അപ്പം മുത്തശ്ശി എന്താ പറയുന്നത്? അതെ മോളെ, പക്ഷേ നമ്മുടെ ഗ്രാമത്തിൽ കുടിക്കാനുള്ള വെള്ളം വളരെ കുറവാണ്. ശരി തന്നെയല്ലേ പറഞ്ഞത്? അതെ അല്ലേ? നോക്കൂ, വേനൽക്കാലം ആകുമ്പോഴേക്കും നമ്മുടെ കിണറും അല്ലേ എല്ലാം വറ്റാറുണ്ട്. അതെല്ലാം വറ്റിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? എത്രയോ പേര് കുടിക്കാൻ വെള്ളമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ബാംഗ്ലൂരിലൊക്കെ കുടിക്കാനുള്ള വെള്ളമൊന്നുമില്ലാതെ അവർ ബുദ്ധിമുട്ടുന്ന ആ ഒരു വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. വലിയ വലിയ ഫ്ലാറ്റുകളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ വെള്ളമില്ലാതെ അവർ ബുദ്ധിമുട്ടുന്ന അവസ്ഥ. അപ്പോൾ നമ്മളും വിചാരിക്കാറുണ്ട് അല്ലേ, സമുദ്രത്തിലൊക്കെ ഇത്രയും നിറയെ വെള്ളമുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള വെള്ളമൊന്നും ഇല്ലാത്തത് അല്ലേ? കുടിക്കാനുള്ള വെള്ളമൊന്നും നമുക്ക് കിട്ടാത്തത് നമ്മൾ ചിന്തിക്കാറില്ലേ? അപ്പോൾ അതൊരു വാസ്തവമായ കാര്യമാണ്. സമുദ്രത്തിലൊക്കെ ഇത്രയധികം വെള്ളമുണ്ടെങ്കിലും നമുക്ക് കുടിക്കാനുള്ള ശുദ്ധജലം വളരെ കുറവാണ്. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലേ? ഈ വെള്ളം കുറവാകാനുള്ള കാരണം എന്തൊക്കെയാണ് നിങ്ങൾക്കും അറിയില്ലേ? എന്തൊക്കെ കാരണങ്ങളാണ്? ഈ പണ്ട് ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ വെള്ളം വറ്റിപ്പോകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വനനശീകരണമാണ്. മനുഷ്യന്മാരുടെ പ്രവൃത്തി തന്നെയാണ് എല്ലാത്തിനും കാരണം. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ നമ്മളും മനുഷ്യന്മാരാണ്. നമ്മളടങ്ങുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ കുടിവെള്ളമൊക്കെ ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെയുള്ള പല പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ നോക്കൂ, വനനശീകരണം, അതുപോലെ തന്നെ വയലുകളൊക്കെ നികത്തി വീട് വെക്കൽ, ഇതൊക്കെ എന്താണ്? നമുക്ക് വെള്ളം കിട്ടുന്നതിനെ കുറയ്ക്കുന്ന സംഭവമാണ്. ഈ വെള്ളമൊക്കെ വയലുകളൊക്കെ എന്ത് ചെയ്യുന്നതാണ്? അതൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് അല്ലേ? അതുപോലെ തന്നെ മഴയുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ മരങ്ങളും ചെടികളും കാടുകളും ഒക്കെ വേണ്ടേ? ഈ കാടുകളൊക്കെ ഇടിച്ച് നിരപ്പാക്കുന്നുണ്ട്, കുളങ്ങളിലൊക്കെ മണ്ണിട്ട് മൂടുന്നുണ്ട് ഇല്ലേ? എല്ലാവരും പണം എന്നുള്ള ആ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൈസ നേടുക, സമ്പത്ത് നേടുക എന്നുള്ളൊരു നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പരിസ്ഥിതിക്ക് ദോഷമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെക്കാട്ടിലും കൂടുതൽ വരുന്ന തലമുറയാണ് അത് കൂടുതലായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബാധിക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടുണ്ടാക്കുന്നതിലുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്കടിയിൽ ഇതൊന്നും വെള്ളം എത്തുന്നില്ല. മരങ്ങളാണ്, നമുക്കറിയാലോ, ഈ മരങ്ങളുടെ വേരുകളാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് ഭൂമിക്കടിയിലേക്ക് എത്തിക്കുന്നത് അല്ലേ? അപ്പോൾ അവയില്ലാതായി കഴിഞ്ഞാൽ അവിടെ വെള്ളം ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഈ കുടിവെള്ളം വളരെ കുറവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വെള്ളം പാഴാക്കാതിരിക്കുക, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ ഈ പാഠഭാഗത്തിലൂടെ. എന്നിട്ട് ബാക്കി എന്താ പറയുന്നത്? പാനി അൻമോൽ ഹോത്താ ഹേ. വെള്ളം അമൂല്യമാണ്. ആവോ മേ തുമേ ഏക് കഹാനി സുനാത്തി ഹും. വരൂ, ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം. അപ്പോൾ മുത്തശ്ശി പറഞ്ഞ കാര്യം കണ്ടോ? പാനി അൻമോൽ ഹോത്താ ഹേ. വെള്ളം അമൂല്യമാണ് അല്ലേ? അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ ഇത്രയും ആ മൂല്യം വെള്ളത്തിന് നൽകാറുണ്ടോ? നമ്മൾ പറഞ്ഞല്ലോ, ബാംഗ്ലൂർ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, പലരും വെള്ളം ഉപയോഗിക്കുന്നത് പൈസ കൊടുത്ത് വെള്ളം വാങ്ങിയിട്ടാണ്. ഇതിന് ഇത്ര, ഓരോ ടാങ്ക് അല്ലെങ്കിൽ ഓരോ കുടം വെള്ളത്തിന് ഇത്ര, അല്ലെങ്കിൽ ഓരോ വണ്ടി വെള്ളത്തിന് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വാങ്ങുന്നതുണ്ട്. അപ്പോൾ നമ്മൾ പൈസയൊന്നും കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന വെള്ളം അല്ലേ, അതിന് നമ്മൾ നല്ല രീതിയിലാണോ ഉപയോഗിക്കുന്നത്?
നമ്മൾ സ്വയം ചിന്തിക്കുക കേട്ടോ. ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ടതല്ല. ഞാനൊക്കെ കാണാറുണ്ട്, സ്കൂളിലൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഒറ്റ തുറക്കലാണ്. ആ പൈപ്പിലത്തെ വെള്ളത്തിൻ്റെ ആ ടാപ്പിലൂടെ എത്ര ഫോഴ്സിൽ വെള്ളം വരാൻ പറ്റുമോ അത്രയും ഒറ്റ തിരിക്കലിന് തുറന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ കഴുകും. ആ വെള്ളം എത്ര പാത്രങ്ങൾ കഴുകാൻ പറ്റുന്ന വെള്ളമായിരിക്കും എന്നറിയോ ഒരു കുട്ടി ഒരു പാത്രം കഴുകുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു കൈ കഴുകുന്നതിലൂടെ നഷ്ടപ്പെടുത്തുന്നത്. അത് കാണുമ്പോൾ ശരിക്കും സങ്കടം വരാറുള്ള കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ള പൊതുസ്ഥാപനങ്ങളിലാണെങ്കിലും നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും വെള്ളം നമ്മൾ അമൂല്യമായി തന്നെ കരുതണം. എന്നിട്ട് വേണം അതിനനുസരിച്ച് പെരുമാറുക. വെള്ളം അനാവശ്യമായിട്ട് പാഴാക്കരുത്. നമ്മൾ അങ്ങനെ പാഴാക്കുന്ന സമയത്ത് ചിന്തിക്കണം, എത്രയോ പേര് വെള്ളം കിട്ടാതെ മരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എത്രയോ പേര് ശുദ്ധജലം കുടിക്കാതെ, ഈ ഇടയിൽ വാർത്തയുണ്ടായിരുന്നു അല്ലേ, എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് തന്നെയാണ് ശുദ്ധമല്ലാത്ത ജലം കുടിച്ചിട്ട് കുട്ടികൾക്ക് രോഗമൊക്കെ, കുട്ടികൾ മരിച്ചു പോയൊരവസ്ഥയുണ്ടായിരുന്നു. കൃത്യമായിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയില്ല. മലിനജലം കുടിച്ചിട്ട് കുറേ പേര് മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വെള്ളം നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. അപ്പോൾ എന്തായാലും ദാദി അമ്മ പറഞ്ഞ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കഥ നോക്കൂ. പാനി സബ് കെ ലിയെ. എന്താ പാഠഭാഗത്തിൻ്റെ പേര്? വെള്ളം എല്ലാവർക്കുമായിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളതാണെന്നുള്ള അർത്ഥമാണ്. വെള്ളം എല്ലാവർക്കായിട്ടും ഉള്ളതാണ് കേട്ടോ. സബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും, എല്ലാവർക്കും ഉള്ളതാണെന്നാണ് അർത്ഥം. വെള്ളം എല്ലാവർക്കും ഉള്ളതാണ്. നോക്കൂ, ഗർമി കാ മൗസം താ. ഗർമി കാ മൗസം, ഗർമി എന്താ? വേനൽക്കാലമായിരുന്നു അല്ലെങ്കിൽ ചൂടുകാലമായിരുന്നു. ഗാവോം കി സാരി കുൻവേ സൂഖ് ഗയേ തി. ഗ്രാമത്തിലെ മുഴുവൻ കിണറുകളും, സാരേ മുഴുവൻ കിണറുകളും എന്താ പറയുക, വറ്റിയിരുന്നു കേട്ടോ. സൂഖ് ഗയേ തി, വറ്റിയിരുന്നു. ലോഗ് പരേഷാൻ തെ. ആളുകൾ വളരെ വിഷമത്തിലായിരുന്നു. ഹർ ജഗ പാനി കി കമി തി. എല്ലായിടങ്ങളിലും വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. എന്നുവെച്ചാൽ വെള്ളം കിട്ടാനില്ല അല്ലേ. വെള്ളം എല്ലാവിടെ കിണറുകളൊക്കെ വറ്റി വരണ്ടു. അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അത്യാവശ്യത്തിനുള്ള വെള്ളം പോലും ശരിക്കും കിട്ടാനില്ല. ഉസ് ഗാവോ മേ എക് ലാലച്ചി ആദമി രഹ്താ ത. ആ ഗ്രാമത്തിൽ ഒരു അത്യാഗ്രഹിയായ മനുഷ്യൻ താമസിച്ചിരുന്നു. ലാലച്ചി എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹിയായിട്ടുള്ളൊരു മനുഷ്യൻ അവിടെ താമസിച്ചിരുന്നു. ഉസ്കെ പാസ് എക് കുൻവാൻ ത. അയാളുടെ അടുത്ത് ഒരു കിണറുണ്ടായിരുന്നു. ജിസ്മേ ബഹുത് ജ്യാദാ പാനി ത. അതിൽ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. അതിൽ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. വഹു സോച്നെ ലഗ. അവൻ അല്ലെങ്കിൽ അയാൾ ചിന്തിക്കാൻ തുടങ്ങി. അയാൾ ചിന്തിക്കുന്നതാണിത് അല്ലേ. കണ്ടില്ലേ എന്താ ചിന്തിക്കുന്നത്? പാവപ്പെട്ട ആ ഇതിൽ നിന്ന് മാറി ഇത്രയും വീടും കാറും ബംഗ്ലാവും ഒക്കെ കെട്ടണം അല്ലേ. അതെങ്ങനെ കെട്ടണം എന്നുള്ള വഴിയാണ് ആൾ ആലോചിക്കുന്നത് കേട്ടോ. പാനി ബേച്ച് കർ മേ മാൽദാർ ബൻ സക്താഹും. അതിനുള്ള വഴിയായിട്ട് അയാൾ എന്താ കണ്ടത്? വെള്ളം വിൽക്കുക. വെള്ളം വിറ്റിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ സമ്പന്നനാകും. പാനി ബേച്ച് കർ മേ മാൽദാർ ബൻ സക്താഹും. വെള്ളം വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്താവാൻ കഴിയും? സമ്പന്നനാകാൻ കഴിയും. വോ ലോഗോം കോ പാനി ബേച്ച്നെ ലഗ. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ആ വെള്ളം എന്ത് ചെയ്യാൻ തുടങ്ങി? ആളുകൾക്ക് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് ടാങ്കറിൽ വെള്ളം എത്തിക്കുമ്പോൾ കൊടുക്കണത് എന്ന് പറഞ്ഞത് എവിടെ നിന്നൊക്കെയോ ഉള്ള വെള്ളം വണ്ടിയിലൊക്കെ കയറ്റി നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുക്കണം. അതല്ലാതെ നാട് മുഴുവൻ വെള്ളമില്ലാതെ വിഷമിക്കുന്ന സമയത്ത്, അവർ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുന്ന സമയത്ത് ഒരു കിണറുണ്ട്. ആ കിണറിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് പൈസ കൊടുക്കണം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം ശരിയാണോ? ശരിയല്ല അല്ലേ. നമ്മളും ചിന്തിക്കണം കേട്ടോ. വേനൽക്കാലത്തൊക്കെ നമ്മുടെ കിണറിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വെള്ളം എടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. ഓക്കെ, നമ്മൾ വെള്ളം കൊടുക്കണം ആ വെള്ളത്തിന്. കാരണം വെള്ളത്തിൻ്റെ അവകാശം ശരിക്കും നമ്മളൊന്നും അല്ല അല്ലേ. വെള്ളത്തിൻ്റെ അവകാശം നമ്മളാണോ? അല്ല. അത് എല്ലാവർക്കും കൊടുക്കാനുള്ളത് തന്നെയാണ്. നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തുള്ള കിണറെന്നേ ഉള്ളൂ. പക്ഷെ ആ വെള്ളത്തിൻ്റെ അവകാശം ഒരിക്കലും നമ്മളാണോ? ഒരിക്കലും അല്ല.
അപ്പോൾ വെള്ളം നമ്മൾ ആരെങ്കിലും ചോദിച്ചു വന്നാൽ അവർക്കില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇവിടെ ബാക്കി എന്താ സംഭവിച്ചു നോക്കാം. एक दिन गाँवों में एक नेक आदमी आया. അങ്ങനെയിരിക്കെ ഗ്രാമത്തിൽ ഒരു ദിവസം ഒരു നല്ല മനുഷ്യൻ വന്നു. നല്ല മനസ്സുള്ള നല്ലൊരു മനുഷ്യൻ വന്നു. गाँवों वालों की परेशानी देखकर उसके दिल में रहम आया. ഗ്രാമത്തിലെ ആളുകളുടെ അല്ലെങ്കിൽ ഗ്രാമനിവാസികളുടെ ദുഃഖം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ റഹം ആയ, കരുണയുണ്ടായി. വോ ലാലച്ചി ആദമി കെ പാസ് ഗയ. അയാൾ എന്ത് ചെയ്തു? അദ്ദേഹം ആ അത്യാഗ്രഹിയായ മനുഷ്യൻ്റെ അടുത്തെത്തി. എന്താണ് ഗ്രാമത്തിലെ ആളുകളുടെ വിഷമം എന്തായിരുന്നു? വെള്ളത്തിന് പൈസ കൊടുക്കണം അല്ലേ? വെള്ളത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ലാലച്ചി ആദമിയുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തു? ജ്യാദാ പൈസ ദേക്കർ കുൻവാ ഹരീദ് ലിയ. ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തു? കിണർ അങ്ങോട്ട് വാങ്ങി. കിണർ അനേക ആദമി വാങ്ങി. एक दिन लालची आदमी को पानी की ज़रूरत हुई. അങ്ങനെ ഒരുപാട് പൈസയൊക്കെ കിട്ടി ലാലച്ചി ആദമിക്ക്. പക്ഷേ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്തായി? ഈ അത്യാഗ്രഹിയായ മനുഷ്യനും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടായി. കണ്ടില്ലേ? വെള്ളത്തിൻ്റെ ആവശ്യം ഈ ലാലച്ചി ആദമിക്കും ഉണ്ടായി. വോ പാനി ലേനെ കെ ലിയെ കുൻവേ കെ പാസ് ആയ. അയാൾ എന്ത് ചെയ്തു? വെള്ളം എടുക്കാനായിട്ട് കിണറിൻ്റെ അരികിൽ എത്തി. നേക് ആദമീനെ ഉസേ പാനി ദേത്തെ ഹുയേ കഹ. ആ സമയത്ത് നമ്മുടെ നേക് ആദമി, ആ നല്ല മനുഷ്യൻ എന്ത് ചെയ്തു? അവർക്ക് വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു, യഹ ക പാനി സബ്കെ ലിയേ മുഫ്ത് ഹേ. എന്താ പറഞ്ഞത്? ഇവിടുത്തെ വെള്ളം എല്ലാവർക്കും സൗജന്യമാണ്. സബ്കെ ലിയേ മുഫ്ത് ഹേ, എല്ലാവർക്കും സൗജന്യമാണ്. യേ സുൻകർ ലാലച്ചി ആദമി ബഹുത് ഷർമിന്ദ ഹുവ. ഇത് കേട്ട് ലാലച്ചി ആദമി വളരെയധികം ലജ്ജിച്ചു. ലജ്ജിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അല്ലേ? കാരണം നമ്മളുണ്ടാക്കിയ വെള്ളമല്ല, ആ വെള്ളം കിണറിലുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ആളുകൾക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ആ അവസരം മുതലാക്കി വെള്ളമൊക്കെ കൊടുത്ത് പണമൊക്കെ സമ്പാദിച്ച്, അതും പോരാതെ ആ കിണർ നല്ല വിലയ്ക്ക് വിറ്റ് അവസാനം സ്വന്തമായി ആവശ്യത്തിന് വെള്ളം വന്നപ്പോൾ അതേ കിണറിൽ പോവേണ്ട ഒരവസ്ഥ അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ കൊടുക്കുന്നത് നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടും. ഓക്കെ, നമ്മൾ ഇന്നൊരാൾ വെള്ളം വന്നിട്ട് നമ്മൾ എടുക്കാൻ സമ്മതിച്ചില്ല, അത് എൻ്റെയാണ്, പൈസ തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കും അതേ ആവശ്യം വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കാനും ആരും ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ നേക് ആദമി ഇയാളെ സഹായിച്ചു. പക്ഷെ അയാളുടെ ആ ഒരു മറുപടി അല്ലേ, ആ മറുപടി തന്നെയാണ് എന്ത്? ഇയാൾക്കുള്ള തിരിച്ചടി. ഇവിടുത്തെ വെള്ളം എല്ലാവർക്കും സൗജന്യമാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, വെള്ളം അമൂല്യമാണ്. അതുപോലെ തന്നെ വെള്ളം പാഴാക്കരുത്. അതുപോലെ നമ്മുടെ വീട്ടിൽ വെള്ളമുണ്ട്, അതേസമയം മറ്റുള്ളവർ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ സഹായിക്കണം. കാരണം വെള്ളം എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക, വെള്ളമില്ലാതിരിക്കാനുള്ള കുറേ കാരണങ്ങൾ നമ്മൾ മനുഷ്യന്മാരാൽ ഉണ്ടാകുന്നുണ്ട് അല്ലേ? അങ്ങനെയുള്ള പരിസ്ഥിതിക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഹുദാ ഹാഫിസ്.